അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ കളഞ്ഞുപോയ റേഷൻ കാർഡ് കിട്ടിയിരിക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൽ പറയാതെ ഓടി ഓടി പൊക്കോണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഓടി ഓടി പോവാട്ടാ, ഒളിച്ചോടുക. അപ്പം അമ്മയും അപ്പയും കൂടെ രാധമ്മ എടുക്കാൻ വരെ പോയേക്കുവാണ്. എന്തോ ചേച്ചിക്ക് കൊണ്ടുപോകാനുള്ള ചക്കവറുത്തയോ എന്തൊക്കെ രാധമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അത് എടുക്കാൻ വേണ്ടി പോയി. മാളക്കുട്ടി ക്ലാസ് കഴിഞ്ഞ് ഇപ്പം അങ്ങ് വന്ന് കയറിയതേ ഉള്ളൂ. ഞാനും ചേച്ചിയും കൂടെ ഉച്ച കഴിഞ്ഞ് നമുക്ക് മുണ്ടക്കയം വരെ പോകണം. പിന്നെ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കൊരു കല്യാണമുണ്ട്, അതിൻ്റെ ചന്തൻ ചാർത്തുണ്ട്, അങ്ങനെ കുറച്ചേറെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ചന്തൻ ചാർത്ത് ഇന്ന് വൈകിട്ടാണ്, സമയം കിട്ടുവാണെങ്കിൽ അതിന് പോകണം. പിന്നെ മുണ്ടക്കയത്ത് അപ്പിച്ചി എടുക്കാൻ പോകണം. അവിടുന്ന് കുറേ സ്ഥലമൊക്കെ പോകാനുണ്ട്. എല്ലാം സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അല്ലേ? അതെ, പക്ഷേ മഴ പെയ്യുവാണെങ്കിൽ എല്ലാം ഫ്ലോപ്പ് ആകും. മുണ്ടക്കയത്ത് പോയി ഹായ് ഒക്കെ പറഞ്ഞ് തിരിച്ചു പോരേണ്ടി വരും. അതെ. അപ്പം അപ്പയുടെ അമ്മയോട് ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ ഒരുങ്ങുന്നതോ പോകുന്നതൊന്നും അവർ കണ്ടില്ല. ഞങ്ങളുടെ പ്ലാൻ പെട്ടെന്നായിരുന്നു കേട്ടോ. ഒരു 3 മണിയായപ്പോൾ ഞങ്ങൾ പ്ലാൻ ഇട്ടു. 3:45 ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പോന്നു. അപ്പം ഞങ്ങൾ ചേച്ചി ഞാനും ബൈക്കിന് ട്രാവൽ പോകുന്നേ വല്ലപ്പോഴും ഉള്ളൂ. അത് പോകുന്ന ഒരു അടിപൊളി ട്രിപ്പായിരിക്കും. ഞങ്ങൾ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് മഴയൊക്കെ മഴ നനഞ്ഞ് എല്ലാ വർഷവും ഞങ്ങൾ പോകുമ്പോഴും മഴ നനഞ്ഞാണ് പോവാറ്. റെയിൻകോട്ട് ഇടുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഞങ്ങൾ എൻ്റെ അവിടെ പോകുമ്പോൾ ഹെൽമെറ്റ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഊരി കേട്ടോ. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോവാ. ഹെൽമെറ്റ് ഒക്കെ വെച്ച് പോയോണ്ടാണ് എനിക്കിപ്പം വീഡിയോ എടുക്കാൻ പറ്റുന്നതും ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നതും കേട്ടോ. അപ്പോൾ അതും കൂടി ഈ നിമിഷം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹെൽമെറ്റ് ഒക്കെ ധരിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ്. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കയ്യെത്തത്തില്ല, കാണാനൊക്കെ പറ്റുന്നുണ്ട്. ഹെൽമെറ്റും വെച്ച് ഓട്ടക്കണ്ണാടിയും വെച്ചതേ കുലുങ്ങാതെ ബാലൻസ് പോകുന്നു. ഇപ്പം നമ്മളിപ്പം ചപ്പാത്ത് കഴിഞ്ഞു കേട്ടോ. നല്ല മഴക്കോളൊക്കെ ഉണ്ട്. സ്കൂൾ വിട്ട സമയം ഇഷ്ടംപോലെ വണ്ടിയും വരുന്നുണ്ട്, ബസ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ല മഴ മൂടല്ല, മേഘം മൂടി കിടക്കുവാണേ. മഴ കാണും. നമുക്കതിൽ ഇതുണ്ടോ വീഡിയോ എടുത്തത് ലൈറ്റ് ഇട്ട് കാണിച്ച്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴാണോ നമ്മൾ ഇതുപോലെ തന്നെ വീഡിയോ എടുത്തോണ്ട് പോയേ? ആണോ? ഓട്ടോയെ ഇരുന്നിട്ടല്ലേ? ജെറ്റ് പോകുന്നു, ജെറ്റ് വിമാനം നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചട്ടി കീറും കേട്ടോ. നോക്കി പോ ചെറുക്ക, വഴി നോക്കി. നല്ല പള്ളിയാ. 2014 ക്രിസ്മസ് ആഘോഷിച്ചത് ഞാൻ ഈ പള്ളിയിലാണ് കേട്ടോ. 24-ാം തീയതി രാത്രിയില്. നല്ല പള്ളി. NSS ക്യാമ്പിന് വന്ന് അവിടെയായിരുന്നു ഞങ്ങളുടെ ക്യാമ്പിങ്. അവിടെയാണ് ഞങ്ങൾ നടന്ന് രാത്രിയിൽ ഇവിടെ വന്ന് കുർബാനയൊക്കെ കൂട്ടി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ല തണുപ്പും പള്ളിയിൽ അച്ഛനും. അതെ ശ്രുതി തേങ്ങി എൻ വിളി കേൾക്കാതെ എൻ വിരലറിയാതെ നീ എന്നകലെ ഞാനോ തനിയെ ഈ മഴയിൽ ഞാൻ തനിയെ അടുത്തോടോ മുടിയെല്ലാം പടർന്ന. ഹെൽമെറ്റ് വെക്കണമെന്ന് നമ്മള് മാതൃകയൊക്കെ പറയും, വെക്കാറുമുണ്ട്. പക്ഷെ അത് ഇഷ്ടമില്ല. ഹെൽമെറ്റ് വെച്ചൊരു ചടങ്ങ് കേട്ടോ. മറ്റേ മുടിയെല്ലാം പോകുന്നേ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാലേ. പിന്നെ അത് മാത്രല്ല, വണ്ടിക്കകത്തിരിക്കുന്ന ചേട്ടന്മാർ നോക്കുന്ന ഗ്ലാസ്സിൽ കൂടെ വീഡിയോ ഒക്കെ എടുക്കണം. നമ്മൾ മുണ്ടക്കയം എത്താറാ കേട്ടോ. നീ ഇവിടുന്ന് ഒരു 20 മിനിറ്റും കൂടെ അപ്പിച്ചിരി വീട്ടിലോട്ട് ചായ കുടിക്കാം അല്ലേ? അമ്പലം
എനിക്കിവിടെ പുതിയ പേരൊക്കെ ഇട്ടു കേട്ടോ. കൊഴുക്കട്ട. കൊച്ചിനെ വിളിച്ചു വരുമ്പോ അങ്ങനെ തിരിയണുള്ളൂ. ഇവിടെ കുഞ്ഞാണെങ്കിൽ വന്നിട്ട് ഒന്ന് നോക്കി ഞങ്ങൾ ചീക്കുട്ട വിളിക്കാൻ പറഞ്ഞപ്പോ കൊഴുക്കട്ടാന്ന്. ചേച്ചി എന്തോ മിക്സിക്ക് തരക്കുന്നുണ്ട്. സൗണ്ട്. അപ്പൊ നമ്മള് വന്നു. എപ്പോഴാ വന്നേ? സന്ധ്യയായി. 6:15 വന്നു. പിന്നെ കപ്പയും ബീഫൊക്കെ കഴിച്ചു. അപ്പിച്ചിയും അവളും കൂടെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. ക്ഷീണോ? രാവിലെ കാപ്പിക്ക് കപ്പ തന്നെയാണോ? ഉറക്കം വരും. അന്നത്തെ ദിവസം പോയി. തൂങ്ങി നിൽക്കും. പരീക്ഷയ്ക്ക് ഉണ്ടെങ്കിൽ കപ്പ എന്നിട്ട് കഴിഞ്ഞാൽ തീർന്ന്. എനിക്ക് അനുഭവമുള്ള പപ്പ ആണെങ്കിൽ കപ്പ കഴിച്ചു കഴിഞ്ഞാൽ അപ്പ പറയും മോനൊന്ന് ഇച്ചിരി ഉറങ്ങട്ടെ. അത് പിന്നെ അന്നത്തെ ദിവസം ഫുൾ ഉറക്കം. അച്ചമ്മക്ക് കപ്പയെന്ന് കേട്ട് കഴിഞ്ഞാൽ എനർജിയാ. മറ്റേ റിസർവ് ആയ ബൈക്കിന് പെട്രോൾ അടിച്ച അവസ്ഥയാ. അച്ചമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ വേവിക്കുന്നതിനെക്കാട്ടിലും പുഴുങ്ങുന്ന ഇഷ്ടം. പുഴുങ്ങി ഒരിത്തിരി കാന്താരി ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുമില്ല, അത് മതി, വേറെ ഒന്നും വേണ്ട. ചോറും ഇഷ്ടമില്ല. പപ്പ തന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛമ്മ വരുമെന്ന് പറയുമ്പോൾ 2 കഷ്ണം കപ്പ എടുത്തു പുഴുങ്ങും. എന്നാ പിന്നെ അത് മതി. നമ്മള് കൊടുത്തോട്ട ചെടി നട്ടുവെച്ചേന്ന് കാണിക്കാവേ. ഇതുണ്ടോ? അളിയനും അപ്പ മുറിച്ച് കൊടുത്തോട്ടോ കേട്ടോ നമ്മുടെ മിറ്റം നിൽക്കുന്ന ടൈപ്പ്. ഒരല വന്നിട്ടുണ്ട്, പുതിയ കിളിപ്പും വന്നു. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ. കുഞ്ഞുപിള്ള ഉള്ളടത്ത് പറിച്ച് കളയുന്നേ. പക്ഷെ നല്ല രസമുണ്ട് അത് കേറാൻ. ചിങ്ങ പൊങ്ങി കഴിയുമ്പോഴേ സെറ്റാവും. നല്ല കിളിർപ്പാ, നല്ല ആരോഗ്യമുള്ള കിളിർപ്പാ. ഭയങ്കര പാടാ. അതിന്റെ പൊടി തൂത്ത് അടിയിലത്തെയും മണ്ടലത്തും പൊടി തൂത്ത് തണ്ടേലത്തെയും പൊടി തൂത്ത് നിർത്തിയാല് വൃത്തിയാക്കി നിർത്തണം. ഇല്ല ചുക്കിരിയും പിടിക്കും. എട്ടുകാലി കൂട് വെക്കും. അളിയനിവിടെ ഇഷ്ടം പോലെ ചെടിയൊക്കെ ഉണ്ട്. ചെടിച്ചട്ടിയൊക്കെ വെച്ചേക്ക് നോക്കി. നമുക്ക് ടയർ ഇരിപ്പുണ്ട് രണ്ടെണ്ണം. പെയിന്റ് അടിച്ച് വെക്കണം. അത് മുറിച്ച് പെയിന്റ് അടിച്ച് താമര പോലെ ആക്കി വെച്ചിട്ട് അതിന്റെ അകത്ത് തുളസി. ഒരെണ്ണം പപ്പനെ കാണിച്ചു കൊടുത്താൽ മതി, പിന്നെ അതും കൊണ്ട് അവിടെ ഇരുന്നോളൂ. വീഡിയോയിൽ കാണിച്ചാൽ വേണ്ട, നാളെ വീഡിയോ കാണുമ്പോ തന്നെ മുറിച്ചോളൂ. കണ്ടാ ചെയ്യും. അപ്പൊ ഞാനും ചേച്ചിയും കൂടെ ചന്തൻ ചാർത്തല്ലേ അതിന് പോകാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ അതിന് പോക്ക് നടന്നില്ല. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്രയുണ്ട്. അല്ല, ഇവിടെ വന്നപ്പോ തന്നെ നമ്മള് 6:15 എങ്ങാണ്ടായി. പിന്നെ ഇവിടെ നിന്ന് അവിടെ പോയി അവിടെ കൂടിയിട്ട് തിരിച്ചു വരുമ്പോ തന്നെ രാത്രിയാവും. അപ്പൊ നാളെ ഞങ്ങളുടെ പോക്ക് നടക്കില്ല. കുറച്ച് പ്ലാനുകളുണ്ട്. അപ്പൊ ഞങ്ങള് 14-ാം തീയതി കല്യാണത്തിന് അപ്പനെയും അമ്മനെയും കൂടെ പറഞ്ഞു വിടാന്ന് വെച്ച്. അല്ലേ, അതല്ലേ നല്ലത്. അപ്പച്ചിക്ക് ഉറക്കം വരുന്നുണ്ടോ? അതും കോട്ടയത്ത് തന്നെ. ചിങ്ങോ എന്തോരം കല്യാണോ. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കല്യാണം. അപ്പൊ ഞങ്ങൾ പോവാ. ടാറ്റ. ചീക്കു വരുന്നുണ്ടോ? പക്ഷെ അളിയൻ ഇന്ന് ലീവ് ആയിരുന്നു. ചേച്ചി ഇന്ന് ലീവ് ആയിരുന്നെങ്കിൽ നമുക്ക് നോക്കായിരുന്നു. ഒരു സിനിമ കാണാന്നല്ലേ? മഴയാണേല് ഇടുക്കി കയറി പോകുന്നില്ല. കഴിഞ്ഞ ദിവസം കൊണ്ട് മതിയായി, പെട്ടുപോയി. അഭിമോൻ ഇന്ന് ഓണ സെലിബ്രേഷൻ കേട്ടോ. എടാ, സമ്മാനം എല്ലാം നമ്മുടെ വീട്ടിൽ തരണം. മാവേലിയെ തള്ളി കെട്ടാണെങ്കിൽ ഓടിക്കോണം. നല്ല ചേട്ടനല്ലേ? കിട്ടിയില്ലേലും കുഴപ്പമില്ല, എല്ലാത്തിലും കൂടുക, അതാണ്. ഞാൻ പോവാൻ, ചേച്ചി ഇവിടെ നിക്കട്ടെ. ഓക്കെ ആണോ? ആണോ? ചേച്ചി പോവണ്ട, കൊക്കട്ട പോക്കോ. ശ്രീകുട്ടന്റെ പേരാ കേട്ടോ, കൊക്കട്ട. ടാറ്റാ. ഞാൻ അതില് പൊക്കോട്ടെന്ന് ചോദിച്ചോ വേണ്ടെന്ന് പറഞ്ഞു. അത് നീ കുറച്ചേരം ആലോചിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു.
വാ പോയേക്കാം. കോപ്പിറൈറ്റ് വരുമോന്ന് അറിയത്തില്ല. അപ്പം ഞാനും എൻ്റെ കൊച്ചും കൂടെ റെയിൽവേ സ്റ്റേഷൻ വന്നു കേട്ടോ, കോട്ടയം. ഇനി ഞങ്ങൾ നേരെ എറണാകുളത്തിന് പോവാണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ല ഓണം പ്രമാണിച്ച് നല്ല അത്തപ്പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല വലുപ്പത്തിൽ ഇട്ടേക്കുന്നത്. ഇഷ്ടംപോലെ പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പറയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് ഓണമായതുകൊണ്ട് എല്ലാവരും സാരിയും ചെറുക്കന്മാരെല്ലാം മുണ്ടുവാ. എല്ലായിടത്തും ഓണപരിപാടിയുടെ സെലിബ്രേഷൻ കേട്ടോ. നല്ല രസമുണ്ടല്ലേ. ക്ഷീണമായോടോ? ഉറക്കം വരുന്നുണ്ടോ? നമ്മൾ ഹെൽമെറ്റ് കൈ പിടിച്ചോണ്ട് പോവാണ്. പിടിച്ചോണ്ട് നടപ്പിച്ചിട്ട് ചടങ്ങാം. ഇവിടെ പാർക്കിങ് വെച്ചോണ്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്തോണ്ട് പോയാൽ പിന്നെ പണി കിട്ടും. നല്ല രസമുണ്ടല്ലേ. പോയാലോ? വാ. എൻ്റെ കൊച്ച് ഇരുന്നിരുന്ന് മടുത്തു കേട്ടോ. ട്രെയിൻ എന്ന് പറയുന്ന സാധനം ഒരിക്കലും കറക്റ്റ് സമയത്ത് വരികയില്ല. ഞാനൊരു 6 വർഷമായി ട്രെയിനിൽ കയറിയിട്ട്. അതിനു മുമ്പ് കണ്ടിന്യൂസ് ഒരു 4 വർഷം ഞാൻ ട്രെയിനിൽ തന്നെയായിരുന്നു. 6 മാസം കൂടുമ്പോൾ 11.5 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന് മംഗലാപുരത്തിന്. ഇരുന്ന് മൂശിഞ്ഞ് ചവഞ്ഞ് ഇത്രയും വൃത്തിയുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ യാത്ര നല്ലതാണ്. പക്ഷെ ഇത്രയും ദൂരമാകുമ്പോഴത്തേക്കിന് ചൂടും പൊടിയും തണുപ്പും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കങ്ങ് വട്ടുപിടിക്കും. 4 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വെറുത്ത ദിവസങ്ങളില്ല കേട്ടോ യാത്ര ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു 7.5 മണിക്കൂർ കോളേജിലോട്ട് ബസ്സിന് പോകണം. 3.5 മണിക്കൂർ വീട്ടിൽ നിന്ന് കോട്ടയം വരെ. ഇവിടെ നിന്ന് ഒരു 11 മണിക്കൂർ ട്രെയിൻ. അവിടെ നിന്ന് ഒരു 7.5 മണിക്കൂർ വീണ്ടും ബസ്സിൽ. ചത്ത് ജീവിക്കുമായിരുന്നു. അന്നേരം വെറുത്തു പോയതാണ് യാത്രയോട്. അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമില്ല. എനിക്കിപ്പോൾ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെപ്പാടെ ബൈക്കിന് യാത്ര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ച പാട് ചാടി ഇറങ്ങി പോകുന്നു. അത് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇപ്പൊ ഈ ട്രെയിനിന് വേണ്ടി കുത്തിയിരിക്കുന്ന പരിപാടിയൊന്നും എനിക്ക് പറ്റത്തേ ഇല്ല കേട്ടോ. ഇഷ്ടമല്ല. പൂനെ പോയിട്ടാണെ പോലും ആദ്യം കൊണ്ടുവിടാൻ നേരം അമ്മയും മധുരയുടെ അമ്മയും എല്ലാം കൂടെ വന്ന് കൊണ്ടുവിട്ടു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഫ്ലൈറ്റിനായിരുന്നു പോക്കും വരവും എല്ലാം, ഈ യാത്ര പേടിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പൊ കൊച്ചിങ്ങനെ നോക്കിയിരിക്കുവാണ്. ഞങ്ങൾ ട്രെയിൻ 11:30 പറഞ്ഞു. ഇപ്പൊ ഏകദേശം 11:40 ഇതുവരെ വന്നില്ല. ആ ചേട്ടനും കൊച്ചും എന്തിയടി ഒരു ചേട്ടന് കൊച്ചിനെ മേടിക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്ന് ഇറങ്ങിയാണ്. തന്നെയാണ് എങ്ങനെയല്ലോ ഒക്കെ ട്രെയിൻ മൂവ് ആകുമ്പോൾ ഓടി കയറാൻ നോക്കാം. കുഞ്ഞിനെ കൊണ്ട് ഓടി കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പം ട്രെയിൻ പോയി. അവർ രണ്ടുപേരും ഇവിടെ ആയിപ്പോയി കേട്ടോ, പോസ്റ്റ് ആയിപ്പോയി. കൊച്ചിൻ്റെ അമ്മയൊക്കെ ട്രെയിനിലാന്ന് തോന്നുന്നു. പോയി. വിശക്കുന്നുണ്ടോ? നമ്മൾ ചെല്ലുന്ന പാട് ചോറുണ്ടാണ്ട് വരും. അപ്പോൾ തന്നെ 1 മണി 1:30 ആവും. ട്രെയിൻ താമസിക്കുന്നതുകൊണ്ട് പതുക്കെ മൂഡ് ഓഫ് ആകാൻ തുടങ്ങി കേട്ടോ. ജ്യൂസൊക്കെ മേടിച്ചോണ്ട് വരുന്നുണ്ട്. ജ്യൂസും പിന്നെ തിന്നാനും മേടിച്ചു തന്നു കേട്ടോ. നമുക്ക് പോകാനുള്ളതാണോന്ന് അറിയത്തില്ല. എന്നാണ്ടോ നമ്മളെ ട്രെയിൻ വരാത്തെ? ഇതാന്ന് തോന്നുന്നു. ഇത് ഇവിടുന്ന് പോകുന്നെന്ന് തോന്നുന്നു. ഒട്ടും ഇഷ്ടമുള്ള കാര്യം വെയിറ്റ് ചെയ്യുന്നു. അത് എന്തിനാണത്? ജ്യൂസ് എടുക്കട്ടെ ചേട്ടാ. തണുപ്പല്ലേ? ഓ, നമ്മൾ ചെല്ലുമ്പോൾ 2 മണിയാവും. പോസ്റ്റ് അടുത്തോ കൊച്ചേ? എല്ലാവരും ഇറങ്ങിപ്പോയി കേട്ടോ. സൈഡ് സീറ്റ് ഇടിപ്പിച്ച് ചാരി ഉറങ്ങുന്നുണ്ട്. നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം. എന്നിട്ട് ഓട്ടോ വിളിച്ച് വേണം പോവാൻ. എത്താറായി. ഉറക്കക്ഷീണോ? മുഖം ഒന്ന് ഉഷാറായിട്ട് വെക്ക്.
അങ്ങനെ ഞങ്ങൾ വാടി തളർന്ന് 3 മണിയപ്പോൾ ചോറിനാൻ കയറി കേട്ടോ. 3 വിശക്കാൻ തുടങ്ങി, കിളി പാറി. പിന്നെ വേറെ ദൂരത്തോട്ടൊക്കെ പോയി സൂപ്പർ ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ കോട്ടയത്ത് നിന്നിട്ട് കഴിക്കാം, കഴിച്ചിട്ട് നമുക്ക് കോട്ടയത്ത് നിന്നും കഴിച്ചെടുക്കാം. അപ്പൊ ഞാൻ ഓർത്തു ഇവിടെ നിൽക്കുക, അത്യാവശ്യം ഇത് കഴിച്ചിട്ട് പോകാം. ഇപ്പം നമ്മളുള്ളത് കലൂരാ കേട്ടോ. കലൂര്, എറണാകുളം കലൂരാണ്. നമുക്ക് പോകേണ്ട സ്ഥലമെല്ലാം പോയി. ഇനിയിപ്പോൾ തിരിച്ച് റെയിൽവേ പോയിട്ട് ട്രെയിനിൽ കയറി പോകണം. ബൈക്കും കൊണ്ട് വരാറ്, പക്ഷേ എറണാകുളത്ത് ഓണമായതുകൊണ്ട് തിരക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ കോട്ടയത്ത് വെച്ചിട്ടെങ്കിൽ പോകുന്നത്. എന്തിനാണ് ഇമ്മ റിസ്ക് എടുക്കുന്നത്? ചേച്ചിക്കാണെങ്കിൽ ഉടനെ തന്നെ പോവുകയും ചെയ്യേണ്ട, ബൈക്കും കൊണ്ട് പോകണ്ടെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ട്രെയിൻ പോകുന്നത്. അപ്പോൾ ചേച്ചി നമുക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ കൊണ്ടുവരുന്നുണ്ട്, ചെറിയ ഊണൊക്കെ കഴിക്കണം കേട്ടോ. ഈ ടൈമിൽ എല്ലാവരും കഴിച്ചു കാണും. എവിടെ പോയാലും നോൺ വെജ് ഇല്ലാതെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒത്തിരി പാടാണ്. ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. തിരിച്ച് കോട്ടയത്തിന് പോവാം. വന്ന കാര്യമെല്ലാം നടന്നു. ഭയങ്കര തിരക്കാ. വാ നോക്കാം, നോക്കട്ടെ എന്തോരം ആൾക്കാരുണ്ടെന്ന്. അയ്യോ, ജീവൻ തിരിച്ചു കിട്ടി കേട്ടോ. ഞങ്ങളവിടെ ഒരു ഹെൽമെറ്റും വെച്ചാണ്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങളുടെ ഹെൽമെറ്റ് അല്ല അവിടെ പെട്ടുപോകും. വാ എടി, എന്റെ ഹെൽമെറ്റ് ഗ്ലാസ് പോയിട്ട്. ഇത് അത് നിന്റെ അല്ല, അത് എന്റെ ഹെൽമെറ്റാ. നിന്റെ ഹെൽമെറ്റ് ഞാൻ ഭദ്രമായിട്ട് പിടിച്ചു. ജീവനും കൊണ്ട് ഞങ്ങള് കോട്ടയത്ത്. മാല, എല്ലാ സാധനം ഉണ്ടല്ലോ അല്ലേ? മാല നോക്കട്ടെ, മാലയുണ്ട്, പേഴ്സും ഉണ്ട്. ബാ, ഒരു വിധത്തിൽ ഇറങ്ങി കേട്ടോ. പിന്നെ തിരക്കാം. ഇത് ഓണത്തിന്റെ എല്ലാവർക്കും ലീവ് കിട്ടിയതാ. ഞാൻ എന്റെ വളയൊക്കെ ഊരി പോക്കറ്റിൽ ഇട്ടു. പോക്കറ്റിൽ നിന്ന് മോഷണം ഉണ്ട് കേട്ടോ. മോഷണം പോകാതെ നോക്കാൻ മതിയല്ലോ. ഭയങ്കര തിരക്കാ. ഓരോരുത്തർ കയറി നോക്കി. കോട്ടയം വന്നപ്പോൾ ഇച്ചും കൂടി തിരക്കായി അല്ലേ? നമ്മളിവിടെ ഇറങ്ങി നന്നായി. ഇറങ്ങി ഇത്ര പാടില്ലായിരുന്നു, കേറാൻ ഭയങ്കര പാടാ. ഒരു കൊച്ചു തല ഇറങ്ങി വീണ് ഛർദിച്ച് ഉപ്പാട് വന്നു. വാ, നമ്മളെ വണ്ടി ഇരിക്കുന്ന എവിടെയാടോ? അപ്പുറം പോണ്ടേ? രാത്രിയായി കേട്ടോ, സന്ധ്യയായി. ഈ ട്രെയിൻ വന്നില്ല പിന്നെ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. വാ, മറ്റേ മണ്ടേ കൂടെ കയറി കിടക്കാം. വാ, അവിടെ തള്ളി കയറ്റുന്നു. ഇതിലാ പാടുപെട്ട കേട്ടോ നമ്മൾ കയറിയത്. ഞാൻ ഓർത്ത് ഈ അടക്കേനെ എല്ലാവരും കൂടെ ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞത്. ഇവള് ഇച്ചിരിയേ ഉള്ളൂ, ഇവർക്ക് കാലും എത്തുകയില്ല. ഞാൻ പതുക്കിനെ കേറിയത്, എന്നെ എല്ലാരും പൊക്കി അങ്ങ് കയറ്റി വരുന്നത്. ഇവർക്ക് പൊക്കം ഇല്ലാത്തതുകൊണ്ടേ കാലെത്തുകയില്ല ട്രെയിനിൽ ചവിട്ടി കയറാനേ. അങ്ങനെ ഒരു വിഷയമുണ്ട്. എന്ന് തിരക്കാൻ നോക്കി. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ കളഞ്ഞുപോയ റേഷൻ കാർഡ് ഈ ഒരു പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ കിടന്ന് കിട്ടിയിട്ട് ആ കടയെ കൊടുത്ത് ആ നടന്നുപോയ ചേച്ചിയില്ലേ കടയുടെ ഫ്രണ്ടോട്ട്, ആ ചേച്ചി നമ്മളെ വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വീട്ടിൽ പറയാം. നമ്മൾ വന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ സാധനം. റേഷൻ കാർഡ് മാത്രം കേട്ടോ, ഫോണില്ല, ബാക്കി പ്രൂഫൊന്നുമില്ല. ഇത് സ്ഥലപ്പേരുണ്ടായിരുന്നു പുന്നത്രക്കവല. മെഡിക്കൽ കോളേജിൽ നിന്ന് മോഷണം പോയിട്ട് റേഷൻ കാർഡ് കിട്ടിയത് പുന്നത്രക്കവല കേട്ടോ. ബാക്കി പ്രൂഫും കൂടെ ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ ഇതുപോലെ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം പോയാലോ? അയ്യോ, ഒരാള് കട്ടൻ ചായ കുടിച്ചിരിപ്പുണ്ട്. നമ്മുടെ റേഷൻ കാർഡൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. എന്താന്ന് പറഞ്ഞാലും അതൊരു വലിയ സംഭവമായിപ്പോ. അത്രയും ഡോക്യുമെന്റ്സ് പോയിട്ട് നമുക്ക് അത് കിട്ടിയല്ലോ. ഞങ്ങളത് കിട്ടിയ പാടെ എന്റെ മാതാവേകാത്തോടെ അതേലും കിട്ടിയല്ലോ. ഇത്തിരി ചെളിയൊക്കെ പറ്റിയേട്ടാ, സ്വല്പം ചെളിയൊക്കെ അകത്ത് പറ്റിയിട്ടുണ്ട്. അതന്നും രാവിലെ മഴ പെയ്യുന്ന ചെറിയൊരു നനവുണ്ട്, ഇനി ഉണക്കി എടുക്കണം. റേഷൻ കാർഡിന്റെ പുറകിലൊക്കെ ആരെങ്കിലും നമ്മുടെ നമ്പറൊക്കെ എഴുതി വെക്കണം കേട്ടോ. നമ്മുടെ റേഷൻ കടയിലെ ചേട്ടന്റെ നമ്പർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ചേച്ചി റേഷൻ കാർഡ് കിട്ടിയത്. അതെ, ഇല്ല അവര് തരത്തില്ല. ഈ റേഷൻ വന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയേ ഞാൻ ആ ചേട്ടനെ വിളിച്ചു ചോദിക്കും. ഒരു ദിവസം ഞാൻ കടയിൽ പറഞ്ഞു നമ്പർ ഇതിന്റെ പുറകിലോട്ടൊന്ന് കുറിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമല്ലോ എന്ന്. അങ്ങനെ ആ ചേട്ടനെ കൊണ്ട് കുറിപ്പിച്ചേ. ആ നമ്പറിലോട്ടാണ് ആ ചേച്ചി എടുത്ത് വിളിച്ചത്. അതെ അതെ, അവർ ചേച്ചിയുടെ ചായക്കടയുടെ ഫ്രണ്ടിലൊരു മുറുക്കാങ്കടയാണ് പെട്ടിക്കട, അതിന്റെ അവിടെ കിടന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്നും തൂക്കാൻ വരുന്നൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് കിട്ടിയെന്ന. ആ ചേച്ചിക്ക് അവിടെയല്ല വീട്, കുറച്ച് ലോങ്ങാ. ആ ചേച്ചി നിങ്ങൾക്ക് ഫോൺ ഉണ്ടെങ്കിൽ വിളിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ കൊടുത്താന്ന്. ഇത് ആരാണോ എടുത്ത് ആ ചേച്ചിയിലേക്ക് കൊണ്ട് കൊടുത്ത് അവർക്കൊരു പ്രത്യേക നന്ദി പറയാട്ടോ. പിന്നെ അന്നം മേടിക്കുന്ന സാധനമല്ലേ,
അതെ, അത് സന്തോഷം. അതിന്റെ പുറകെ കുറെ നടക്കണം. അതെ, നമുക്ക് അത് കഴിഞ്ഞ് ഇതിന്റെ പുറകെ നടക്കാൻ പോയില്ല. പീരുമേടൊക്കെ പോയി. ഞാനിപ്പോ പൊന്നു ഇവിടെ ഉള്ളതുകൊണ്ടാ ഇതിന്റെ പുറകെ ഇറങ്ങാഞ്ഞത്. പൊന്നു പോയി കഴിയുമ്പം റേഷൻ കാർഡ് മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടി ഇറങ്ങാന്നൊക്കെ ഓർത്തോണ്ടായിരുന്നത്. 3-4 ദിവസം മെനക്കണം. പീരുമേടൊക്കെ പോയി ഓരോന്നും കണ്ട് ശരിയാക്കണം. കുഴപ്പമൊന്നുമില്ല, നമ്മള് വീടുപാട്ടി പോണോന്നേ ഉള്ളൂ. ഒരു 3-4 നടപ്പൊക്കെ നടക്കണം. അന്നേരം കിട്ടിയത് വളരെ സന്തോഷമായി. ഇനി ഒരു ആരോഗ്യ ഇൻഷുറൻസും കൂടെ പോയി. അല്ല, മെഡിക്കൽ കോളേജിൽ മോഷണം പോയ സാധനം ഇത് എവിടുന്ന? ഏറ്റുമാനൂർ അല്ലേ? ഞാനത് വീഡിയോയിൽ പറഞ്ഞായിരുന്നു. മറ്റേ എന്നാ ചേച്ചി സ്ഥലപ്പേര്? അങ്ങനെ മറന്നുപോയ സ്ഥലപ്പേര്. പുന്നത്രക്കവല. അവിടെ നിന്ന് കിട്ടിയ കേട്ടോ. റേഷൻ കാർഡ് കിട്ടിയിട്ട് എന്ന് ചിരിക്കണോ? നന്ദി പ്രകാശിപ്പിച്ച് അതിന്റെ നന്ദി നോക്കട്ടക്കാരൊക്കെ മേടിച്ചിട്ടുണ്ട്. അമ്മക്ക് മേടിക്കോ പണയം കൊടുക്കാൻ. എന്നാണെങ്കിലും നമ്മുടെ നഷ്ടപ്പെട്ടു പോയ അല്ലെ മോഷണം പോയ ആ കാർഡ്, കരുണയുള്ള ആ കള്ളൻ എന്തായാലും അത് നശിച്ചു പോകണ്ട എന്ന് കരുതി ഒരു കടയുടെ വാർത്ത കൊണ്ടിട്ടു. അത് നമ്മുടെ കയ്യിൽ വീണ്ടും തിരിച്ചെത്തി അല്ലേ? ഞാൻ ആ കള്ളന് കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടോ ഹോസ്പിറ്റലിൽ വെച്ച്. അമ്മയുടെ വാട്സപ്പിൽ അയച്ചു. അമ്മയുടെ വാട്സപ്പിൽ ഒരു 30 മെസ്സേജ് അയച്ചു ഞാൻ. അതായത് ഇംഗ്ലീഷ് അയച്ചു കഴിഞ്ഞാൽ അല്ലെ മംഗ്ലീഷ് അയച്ചു കഴിഞ്ഞാൽ കള്ളന് വായിക്കുമ്പോൾ മനസ്സിലാവില്ലെന്ന് ഓർത്തിട്ട് ഞാൻ മലയാളം കീബോർഡ് ഇല്ലായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിട്ട്, ചേട്ടാ എന്റെ വീട് ഉപ്പുതറയാണ്, ഞാൻ പാവപ്പെട്ട വീട്ടിലാണ്, ജോലിയും കൂലിയൊന്നുമില്ല, പിന്നെ ചേട്ടാ ഞങ്ങളുടെ പൈസ എടുത്തോ, ഫോണും വേണം എടുത്തോ, ബാക്കി ID പ്രൂഫ് എല്ലാം തരണമെന്നുണ്ട്. ടെക്സ്റ്റ് മെസ്സേജും അല്ലാതെ വാട്സപ്പിൽ കിട്ടും കേട്ടോ. അഥവാ എന്തേലും മനസ്സ് തോന്നി തന്നാലോ നോക്കിട്ട്. അല്ല, ഇപ്പം അവര് ബാഗിന്റെ അകത്ത് അന്ന് കിട്ടിയ സാധനം എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് ഓരോന്നോരോന്ന് പെറുക്കി നോക്കും. ഇതെനിക്ക് ഉപയോഗമില്ല, അങ്ങനെ കളയുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്നതിലുള്ള പാടൊന്നും ഓർത്തൊക്കെയാണ്. ഈ മോഷിക്കുന്ന ഇവിടെ ഒരാളിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഈ മോഷ്ടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കണേ. ഇതുപോലുള്ള സാധനങ്ങള് എന്ത് പാടുപെട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോയി. ഞാനൊക്കെ ഈ മാളക്കുട്ടിയെ കൊണ്ടും ഒക്കെ ഓരോ കാര്യത്തിനൊക്കെ പോയി ഒത്തിരി തളർന്നും വിഷമിച്ചും നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൊന്നുവിന്റെ കുഞ്ഞിനെയാണ് ഈ റേഷൻ കാർഡ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒത്തിരി പ്രാവശ്യം ഇവിടെ കൊണ്ട് കയ്യെ പിടിച്ചോണ്ട് ഒത്തിരി തളർന്ന് അവശതയായിട്ടുണ്ട് ഈ റേഷൻ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി. എന്നാലും ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കട്ടോണ്ട് പോകാൻ എളുപ്പമാണ്, അത് ഉണ്ടാക്കാൻ പോയ ആൾക്കാര് ഹിന്ദിക്കാരോ ബംഗാളികളോ ഒക്കെ ആണെങ്കിൽ അമ്മ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാവില്ല. മലയാളീസ് ആയിരിക്കില്ല മിക്കവാറും. നമ്മുടെ അന്ന് അവിടെ ഇരുന്ന് മൊത്തം മലയാളീസാ. ചിലപ്പോ ഫോൺ പോലും ഇല്ലാത്തവനായിരിക്കും. അതെ, പറയാൻ പറ്റില്ല. പോയത് പോയി, നിങ്ങളുടെ സാധനം നിങ്ങൾ സൂക്ഷിക്കുക. എന്തായാലും അവരൊരു കരുണ തോന്നി. അമ്മയുടെ ഈ ഇരിപ്പ് കണ്ടാൽ തന്നെ അങ്ങനെ കിട്ടിയതാ. ഇനിയിപ്പം എനിക്ക് ആ കള്ളനോടൊരു അപേക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ആരോഗ്യ ഇൻഷുറൻസിന്റെ കാർഡും കൂടെ എവിടെയും കൊണ്ടുവരണം. കാരണം ഞാൻ ഒരു രോഗിയാണ്, എനിക്ക് ചികിത്സാ സഹായമൊക്കെ അതിന് കിട്ടും. അപ്പം ഇതെല്ലാം കേട്ടോണ്ട് ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ ആരാന്ന് ക്ലിയർ ആകുക? TV നോക്ക്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസം കേട്ടോ. പ്രത്യേകിച്ച് എന്റെ കാർഡ് കൈ വന്നപ്പോ സമാധാനമായി. അപ്പൊ എനിക്കും ചേച്ചിക്ക് യാത്രാക്ഷീണം കേട്ടോ. യാത്രാക്ഷീണമുണ്ട്. പിന്നെ ട്രെയിനിൽ കിട്ടി ഇടിയുടെയും ചതവിന്റെ ഒക്കെ വേദന മാറണമെങ്കിൽ 2 ദിവസം കഴിയും. ചൂടുവെള്ളത്തിൽ കുളിക്കണം. യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ചേച്ചി ലീവിന് വന്നിട്ട് ചേച്ചിനെ എങ്ങും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരിഭവം പറച്ചിലായിരുന്നു. ഒറ്റ കൊണ്ടുപോയിന് ചേച്ചി അവശനല്ലേപ്പി. പക്ഷെ നല്ല എൻജോയ്മെന്റ് നല്ല ചേച്ചി. നീര് വെച്ചല്ലേ? പക്ഷെ അടിപൊളിയായിരുന്നല്ലേ? യാത്രയൊക്കെ അടിപൊളിയായിരുന്നു. ട്രെയിനിലാണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നേ. ഇവന്റെ പുതിയ പേരെന്താ? മാണ്ടി ചേച്ചിയുടെ കൊച്ചുണ്ടല്ലോ, കോക്കട്ട. ശ്രീകുട്ട വിളിക്കുന്ന കോക്കട്ട. ശ്രീകുട്ട കൊച്ചിന് 3-4 വാക്കൊക്കെ വായി വരുള്ളൂ. ശ്രീകുട്ടനെ പേടിന്ന് പറയാനാ കോക്കട്ട പേ. കോക്കട്ട പേ. പൊന്നു ചേച്ചി വേണ്ട, അല്ല വേണം.
പൊന്നു ചേച്ചി പോകണ്ട, കൊക്കട്ട പോ, അങ്ങനെയൊക്കെയാ പറയുന്നത്. ചിരിച്ചിരിച്ച് ഉപ്പടരും.